അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഇസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? ആ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാൻ ബില്ലാഹി വഹ്ദ. ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. സുമ്മൽ ജിഹാദു, പിന്നെ നീ ജിഹാദ് നടത്തുക. സുമ്മ ഹജ്ജത്തുൻ ബർറത്തുൻ, പിന്നെ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാഹചര്യത്തിൽ വിശദീകരിച്ചു കൊടുത്തത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച മൂന്ന് കാര്യങ്ങളിൽ ജിഹാദ് എന്ന പ്രയോഗമാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒന്ന്. ജിഹാദ് എന്ന അറബി വാക്കിന്റെ അർത്ഥം പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക, അല്ലെങ്കിൽ കഴിവ് പരമാവധി ഉപയോഗിക്കുക എന്നൊക്കെയാണ്. കേവലം യുദ്ധം എന്നതിലുപരി വലിയൊരു അർത്ഥതലത്തിലേക്കാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. ജിഹാദ് എന്ന പദപ്രയോഗത്തിൽ ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിൽ ഒന്ന് ആത്മശുദ്ധീകരണം, ജിഹാദുൻ നഫ്സ് എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദുൽ അക്ബർ ആയി കണക്കാക്കപ്പെടുന്നത്. സ്വന്തം മനസ്സിലെ തിന്മകളോടും ദുരാഗ്രഹങ്ങളോടും പോരാടി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പരിശ്രമമാണിത്. ദേഷ്യം നിയന്ത്രിക്കുക, അസൂയ ഒഴിവാക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷം സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, ഇനി നമുക്ക് സ്വഹാബത്തെ ജിഹാദുൽ അക്ബർ നമ്മൾ ചെയ്യാനുണ്ട്. സ്വഹാബത്ത് ചിന്തിച്ചു, ഒരു വലിയ ഉഗ്ര പോരാട്ടമാണ് ബദറിൽ നടന്നത്. ആ ബദർ അതിനേക്കാളും വലിയൊരു ജിഹാദിന് വരാനുണ്ടോ? അപ്പൊ ഏതാണ് നബിയെ ജിഹാദുൽ അക്ബർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ജിഹാദുൻ നഫ്സ് എന്നാണ്. സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്ത് ശരീരത്തെ നന്മയിലേക്ക് വഴക്കിയെടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ജിഹാദിനാൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന മറ്റു അർത്ഥമാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം. സമൂഹത്തിൽ നന്മ നിലനിർത്താനും തിന്മകളെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളും ജിഹാദാണ്. അറിവ് സമ്പാദിക്കൽ, ദരിദ്രരെ സഹായിക്കൽ, അനീതിക്കെതിരെ ശബ്ദമുയർത്തൽ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ ജിഹാദി ഒരു അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.